ഒന്ന് ഇടപെടുകയാണ്. ഇപ്പോൾ അനിൽ അക്കരെ കോൺഗ്രസ് നേതാവ് ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ അനിൽ അക്കര, താങ്കൾ ഈ കരുവന്നൂർ വിഷയത്തിൽ ഒരുപാട് നടന്നിട്ടുള്ള ആളാണ്, ഒരുപാട് നിയമ പോരാട്ടങ്ങളിൽ ഉണ്ടായിരുന്ന ആളാണ്. ഇപ്പോൾ ശരത് പ്രസാദിന്റെ വെളിപ്പെടുത്തൽ അത് സ്വാഭാവികമായിട്ടും CPM-നെ പ്രതിക്കൂട്ടിലാക്കിയിട്ടുണ്ട്. ഇത് ഈ ശരത് പ്രസാദ് ഇങ്ങനെ സംസാരിക്കേണ്ടി വന്നത് അത് റെക്കോർഡ് ചെയ്യപ്പെടുമെന്നൊന്നും അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. പക്ഷേ ഈ മനം നൊന്തുള്ള ഒരു പ്രതികരണമല്ലേ? കാരണം തൃശ്ശൂരിൽ അത്രമാത്രം പാർട്ടിയുടെ അപജയം കണ്ട് മടുത്തിട്ട് ഒരു നേതാവ് പറഞ്ഞതായിട്ട് തന്നെയല്ലേ ആ ശബ്ദത്തിൽ നിന്ന് തോന്നുന്നത്? തീർച്ചയായും ഇന്നലെയും ഇന്നുമായി തൃശ്ശൂരിലുണ്ടായ യുവജന നേതാക്കന്മാരുടെ പ്രതികരണങ്ങൾ. ഇവിടെ ആദ്യം നമ്മൾ കേട്ടത് നടത്തറ പഞ്ചായത്തിലെ പഞ്ചായത്ത് മെമ്പർ രാജിവെച്ച ഒരു വിഷയം. അവിടെ ഈ പറയുന്ന 12 മണ്ണുത്തി ഏരിയ കമ്മിറ്റിയുടെ കീഴിൽ വരുന്ന 10-12 സഹകരണ ബാങ്കുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അഴിമതി. അതുപോലെ തന്നെ ഇന്നത്തെ ശബ്ദ സന്ദേശം, അതുമായി ബന്ധപ്പെട്ട് ഒരാളെ നടപടി സ്വീകരിച്ചു. അതുപോലെ ശരത്തിനെ വിശദീകരണം ചോദിച്ചിരിക്കുന്ന സാഹചര്യം. അപ്പൊ ഇത് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, CPM എന്ന് പറഞ്ഞൊരു പാർട്ടി, ആ പാർട്ടിയിലെ പ്രവർത്തകരുടെ വികാരം, എനിക്ക് ഇവരുമായി വളരെ അടുപ്പമുള്ള ആളുകളാണ് ഈ CPM നേതാക്കന്മാരൊക്കെ. ഞാൻ ഈ സൈദാലി വധക്കേസുമായി ബന്ധപ്പെട്ട സമയത്തൊക്കെ എനിക്ക് ഇൻഫർമേഷൻ തന്ന ആളുകളൊക്കെ പറയുന്നത് പാർട്ടിയെ പോലെ തന്നെ അല്ലെങ്കിൽ പാർട്ടിയേക്കാൾ ഒരു പൊടി മുകളിലാണ് രക്തസാക്ഷികൾ എന്ന് പറയുന്നത്. രക്തസാക്ഷിക്കും അതുപോലെ തന്നെ പാർട്ടിയും തങ്ങളുടെ ജീവനേക്കാൾ വലുതായി കാണുന്ന പ്രവർത്തകരാണ് കേരളത്തിലും രാജ്യത്തുമുള്ളത്. അപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ ഉണ്ടായ വിഷയം എന്താണ്? ഒന്നാമത് കരിവന്നൂർ ബാങ്കിന്റെ ഒന്നാമത്തെ കുറ്റപത്രം കൊടുത്ത സമയത്ത് CPM നേതാക്കന്മാരുടെ അവിഹിത ഇടപാടുകളെ കുറിച്ചാണ് വെളപ്പായ സതീഷുമായി ബന്ധപ്പെട്ട വിഷയമാണ് സൂചിപ്പിച്ചത്. അപ്പൊ എല്ലാവരും പ്രതീക്ഷിച്ചത് കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ രണ്ടാമത്തെ കുറ്റപത്രത്തിൽ CPM നേതാക്കന്മാർ പ്രതിസ്ഥാനത്ത് വരുമെന്നാണ്. പക്ഷെ എന്താണ് ഉണ്ടായത്? തെരഞ്ഞെടുപ്പിന് ശേഷമാണ് ആ കുറ്റപത്രം സമർപ്പിക്കുന്നത്. കെ രാധാകൃഷ്ണൻ പാർലമെന്റ് അംഗമായതിന്റെ പിറ്റേ ദിവസം തൊട്ടാണ് രാധാകൃഷ്ണൻ പ്രതിസ്ഥാനത്തേക്ക് വരുന്നത്. പക്ഷെ എങ്കിലും അതിനു മുമ്പൊന്നും രാധാകൃഷ്ണൻ ചോദ്യം ചെയ്യുണ്ടായില്ല. തെരഞ്ഞെടുപ്പിന് ശേഷം രണ്ടാമത്തെ കുറ്റപത്രം കൊടുത്തപ്പോ ഈ പറയുന്ന AC മൊയ്തീനും കെ രാധാകൃഷ്ണനും MM വർഗീസും ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ പ്രതിസ്ഥാനത്ത് മാറുകയും പാർട്ടി സെക്രട്ടറിമാരെന്ന രീതിയിൽ പാർട്ടിക്ക് വേണ്ടി ഈ കളവ് നടത്തിയ അല്ലെങ്കിൽ കള്ളപ്പണം വെളുപ്പിച്ച പ്രതികളായി മാറുകയാണ് ചെയ്തത്. എന്ന് വെച്ചാൽ ഇവരെ രക്ഷിക്കാൻ വേണ്ടി CPM-നെ പ്രതിസ്ഥാനത്ത് ചേർത്തു. നമുക്കറിയാലോ, ഈ DYFI-യുടെ ഒരു ഞരമ്പുകളിൽ ഓടുന്ന രക്തം, പ്രത്യേകിച്ച് ഭഗത് സിംഗിന്റെ ദിനമൊക്കെ അവർ ആചരിക്കാറുണ്ട്. അപ്പൊ ഭഗത് സിംഗിനെ പോലുള്ള ആളുകൾ ആവേശമായി നിൽക്കുന്ന DYFI ഇവിടെ സ്വന്തം നേതാക്കന്മാരെ പ്രതിസ്ഥാനത്ത് രക്ഷപ്പെടുത്താൻ വേണ്ടി DYFI CPM എന്ന് പറയുന്ന പാർട്ടിയെ ED-യുടെ മുന്നിൽ ഒറ്റുകൊടുത്ത് പ്രതിസ്ഥാനത്ത് വന്ന ഒരു ഘട്ടമാണ് ഈ നമ്മുടെ സംസ്ഥാനത്ത് നിൽക്കുന്നത്. ഇവർ ജാമ്യം എടുക്കാൻ വേണ്ടി 3 തവണ ഇവരുടെ ജാമ്യാപേക്ഷ മാറ്റിവെച്ചിരിക്കുകയാണ്. ഹൈക്കോടതിയിൽ കോഷ് ചെയ്യാൻ പോയതൊന്നും എന്റെ അറിവിലില്ല. അപ്പൊ ഞാൻ പറയുന്നത്, ഈ CPM നേതാക്കന്മാരെ രക്ഷപ്പെടുത്താൻ വേണ്ടി പാർട്ടിയെ തന്നെ ബലി കൊടുത്തൊരു പാർട്ടിയാണ് തൃശ്ശൂർ ജില്ലയിലുള്ളത്. അതിന്റെ ഭാഗമായിട്ടുള്ള എതിരഭിപ്രായങ്ങൾ, പാർട്ടിയോടുള്ള ദേഷ്യം, ഇതൊക്കെ സ്വാഭാവികമായിട്ട് പറയും. MK കണ്ണനെ പോലുള്ള ആളുകളുടെ കാര്യത്തിൽ UDF-നകത്ത് നിൽക്കുന്ന കാലത്ത് അന്ന് ഞാൻ 95-ൽ ഞാനൊരു യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ആയ സമയത്ത് ഞാൻ അന്ന് പത്രസമ്മേളനം നടത്തി പറഞ്ഞിട്ടുണ്ട്, UDF-നകത്തെ CPM ചാരനാണ് കണ്ണൻ എന്നുള്ളത്. അന്ന് മുതൽ തൃശ്ശൂർ ജില്ലയിലെ ഏത് സഹകരണ ബാങ്കിലും നിയമനം നടക്കുമ്പോൾ അതിനകത്ത് കണ്ണന് ഒരു ഓഹരി ഉണ്ടാവും. അപ്പൊ ഈ ജില്ലയിൽ CPM കോൺഗ്രസ് ഭരിക്കുന്ന കാലത്തും LDF ഭരിക്കുന്ന കാലത്തും സഹകരണ മേഖല കൈകാര്യം ചെയ്ത് കണ്ണനാണ്. കണ്ണൻ അറിയാതെ ഇവിടെ ഒരു അഴിമതി നടക്കാൻ പോകുന്നില്ല. ഇതൊക്കെ കൃത്യമായി ഈ പുതിയ നേതാക്കന്മാരും പറയുകയാണ്. ശരത്ത് DYFI-യുടെ ജില്ലാ സെക്രട്ടറി മാത്രമല്ല, ഇവിടെ ജില്ലാ പഞ്ചായത്ത് അംഗം കൂടിയാണ്. അപ്പൊ നമ്മളിത് മുഖവിലേക്കെടുക്കാതിരിക്കെ പോകാൻ കഴിയില്ല. കാരണം അത്രയും സാധാരണ സുഹൃത്ത് സംഭാഷണത്തിൽ പറഞ്ഞ കാര്യമല്ലേ അനിലക്കര? അല്ല, ഞാൻ ചോദിക്കുന്നത് സുഹൃത്ത് സംഭാഷണം ഒക്കെ ശരി, ആ സുഹൃത്ത് സംഭാഷണത്തിന്റെ ഭാഗമായിട്ടാണല്ലോ ഇവിടെ ഒരു DYFI നേതാവിനെ ഇന്നലെ പുറത്താക്കിയത്, ഇന്നലെ ഒരാൾ രാജിവെച്ചു. അപ്പൊ ഇന്ന് പുറത്താക്കിയെന്ന് പറയുമ്പോൾ ആരാണ്? ഈ നിബിൻ ഏരിയ കമ്മിറ്റി അംഗം അല്ലെ? നിബിലിനെ പുറത്താക്കി. അവിടെ TC ബിജു, നടത്തറ പഞ്ചായത്ത് കമ്മിറ്റി അംഗമായ ബിജു എന്താണ് പറഞ്ഞത്? അവിടെ 12ഓളം സഹകരണ ബാങ്കുകളിൽ അഴിമതി നടക്കും എന്നാണ് പറഞ്ഞത്. അതിനകത്തൊരു പ്രധാനപ്പെട്ട ബാങ്കാണ് കുട്ടനല്ലൂർ സർവീസ് സഹകരണ ബാങ്ക്. ECIR രജിസ്റ്റർ ചെയ്തതാണ്. അപ്പൊ ഈ കരിവന്നൂർ കേസിലെ 12 സഹകരണ ബാങ്കുകൾ, കരിവന്നൂർ ഉൾപ്പെടെ 12 സഹകരണ ബാങ്കുകളിൽ റെയ്ഡുകളും അന്വേഷണങ്ങളും നടന്നു. നിങ്ങൾ കേസ് ഡയറി പരിശോധിച്ചാൽ അത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ 12 ബാങ്കുകളിൽ 11 ബാങ്കുകളെയും ഒഴിവാക്കി. കാരണം എന്താണ്? അതിനകത്ത് കണ്ണൻ പ്രതിയാണ്, MM വർഗീസ് പ്രതിയാണ്, ഈ കുട്ടനൂർ ബാങ്കുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വരും. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിയാകേണ്ടത് ഈ കൊടകര കുഴൽപ്പണ കേസിലെ പ്രതി അതിനകത്ത് വരുന്നുണ്ട്. അതാണല്ലോ TC ബിജു പറഞ്ഞത്. കൊടകര കുഴൽപ്പണ കേസിലെ പ്രതിക്ക് പോലും പാർട്ടി ഭരിക്കുന്ന സംഘങ്ങളിൽ ഈടില്ലാതെ വായ്പ കൊടുത്തു എന്ന് പറയുമ്പോൾ ഇവരുടെ അധോലോക ബന്ധം എന്താണ്? അതാണ് ഇത് നമ്മൾ ഇതിലത്തെ പ്രതിരോധം തീർക്കുന്നതും അങ്ങനെയാണല്ലോ. ഇപ്പോൾ കണ്ണനും AC മൊയ്തീനും മറ്റു പല പേരുകളും ഉണ്ടല്ലോ. ഇവർക്കൊക്കെ പറയാവുന്ന കാര്യം ഒന്നും സംഭവിച്ചിട്ടില്ല, ഒരു അന്വേഷണത്തിൽ ഒന്നും കണ്ടെത്തിയിട്ടില്ല എന്നാണല്ലോ. അല്ല, എങ്ങനെയാണ് അന്വേഷണത്തിൽ കണ്ടെത്തുക? ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഇവിടെ 98 ലക്ഷം രൂപയാണ് ആദ്യത്തെ റെയ്ഡിൽ AC മൊയ്തീന്റെ
ഡെപ്പോസിറ്റായി 98 ലക്ഷം രൂപയുടെ റെസീറ്റാണ് കണ്ടുകെട്ടിയത്. ആ 98 ലക്ഷം രൂപ കഴിഞ്ഞ് ബാക്കിയും ഉണ്ടായിരുന്നു. അത് വടക്കാഞ്ചേരി ട്രഷറിയിലെ തുകയുണ്ടായിരുന്നു, തിരുവനന്തപുരം ട്രഷറിയിലെ തുകയുണ്ടായിരുന്നു. ട്രഷറി തുക ഒഴിവാക്കി മറ്റ് ബാങ്കുകളിലെയാണ് കണ്ടുകെട്ടിയത്. ആ 98 ലക്ഷം രൂപ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി ശരിവെച്ചു. അതിനുശേഷമാണ് ഹൈക്കോടതിയിൽ AC മൊയ്തീന്റെ വൈഫും മകളും അത് കോഷ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അവിടെ ED എടുത്ത നിലപാട് എന്താണ്? ED പ്രതികൾക്ക് അനുകൂലമായിട്ടും നിലപാടാണ് സ്വീകരിച്ചത്. അത് ഡീലിന് ശേഷമാണ് ഉണ്ടായത്. അപ്പൊ ഞാനിത് പറഞ്ഞു വരുന്നത്, ഇവിടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ പ്രതികൾക്ക് അനുകൂലമായി. പിന്നെ മറ്റു തരത്തിൽ പിന്നെ തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുമ്പായിട്ടാണല്ലോ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് 2 കോടി രൂപ കയ്യോടെ ഇവിടെ ഇന്ത്യൻ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്നും CPMന്റെ പെട്ടി കയ്യിൽ പിടിച്ചത്. അതിനുശേഷം 5 കോടി രൂപ ഇപ്പോഴും ഫ്രീസ് ചെയ്തല്ലോ. കേരള ഹൈക്കോടതിയിൽ റിട്ടുമായി പോയ റിട്ട് തള്ളിയല്ലോ. അപ്പൊ ഇത് നിങ്ങൾ ധരിക്കുന്ന പോലെ ചെറിയ ഡീലല്ല ഇവർ നടത്തുന്നത്. 5 കോടി രൂപ കണ്ടുകെട്ടിയിട്ട് ഒരു കുലുക്കവുമില്ലാതെ CPMന്റെ ജില്ലാ സെക്രട്ടറി ഇരിക്കുകയാണ്. എന്നിട്ട് അത് പറയാൻ ഞങ്ങൾ റിവ്യൂ പെറ്റീഷനിലേക്ക് പോകുന്നു. അപ്പൊ ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ജില്ലയിൽ കോടി എന്നുള്ളത് ഇവരെ സംബന്ധിച്ചോളം വിഷയമല്ല, പണം എന്താണെന്നതിനെ സംബന്ധിച്ച് ഇവർക്കൊരു വിഷയമല്ല. ഇവർ തെളിവുകളുമായി പോവാണ്. തെളിവുകൾ എന്ന് പറയുമ്പോൾ BJP ഇവരെ സഹായിക്കാൻ നിൽക്കുകയാണ്. അതിന്റെ ഇരയാണല്ലോ പിന്നെ സുനിൽകുമാർ എന്ന് പറയുന്ന പിന്നെ CPIയുടെ ഉന്നത നേതാവ്. അതിന്റെ പ്രൊഡക്റ്റ് ആണല്ലോ സുരേഷ് ഗോപി എന്ന് പറയുന്ന ഇപ്പോഴത്തെ ഈ പറയുന്ന പിന്നെ നമ്മുടെ കേന്ദ്ര സഹമന്ത്രി. അപ്പൊ ഇതെങ്ങനെ CPMനകത്തെ പ്രവർത്തകർക്ക് സഹിക്കാൻ കഴിയും? ശരി, അനിൽ ഒന്ന് ടെലിഫോൺ ലൈനിൽ തുടരുക. ഇപ്പോൾ അഖിൽ രവീന്ദ്രൻ BJP നേതാവുണ്ട്, തത്സമയം ചേരുന്നുണ്ട്. അഖിൽ, ഇത് തൃശ്ശൂരിൽ പൊതുവായിട്ട് പറയുന്ന കാര്യമാണ്. അനിലക്കരയ്ക്ക് ഇത് സ്പഷ്ടമായിട്ട് അറിയാം. അദ്ദേഹം വർഷങ്ങളായിട്ട് പറയുന്ന കാര്യമാണ് ഇതൊക്കെ. ആ ഡീലിങ്സും അവിടെയുണ്ട് CPM BJP. അനിലേക്കര് പറയുന്നത് സ്പഷ്ടമാണെന്ന് മഞ്ജുഷ എങ്ങനെ മനസ്സിലാവും? അതൊരു വസ്തുതയുടെ പുറത്ത് പറയുന്ന കാര്യമല്ലല്ലോ. അതൊരു രാഷ്ട്രീയ ആരോപണമാണ്. അനിലേക്കര് അങ്ങനെ പലതും പല സമയങ്ങളിലും ഒന്നും കണ്ടെത്തുന്നില്ല അഖിൽ. ഇതിപ്പോൾ എന്തോ മലമറിക്കുമെന്ന രീതിയിൽ വന്നിട്ട് ഒന്നും കണ്ടെത്തിയിട്ടില്ല. അതാണ് സംശയം ഉണ്ടാക്കുന്നത്. ഞാൻ പറഞ്ഞോട്ടെ കരുവന്നൂരടക്കം കേരളത്തിലെ പല കോപ്പറേറ്റീവ് ബാങ്കുകളിലും നടത്തിയിരിക്കുന്ന അഴിമതികൾക്ക് കൂട്ടുനിൽക്കുന്നത് കോൺഗ്രസിന്റെ നേതാക്കന്മാരാണ്. പ്രാദേശികമായി നിൽക്കുന്ന കോൺഗ്രസിന്റെ നേതാക്കന്മാര് CPMന്റെ നേതാക്കന്മാരെയും ബാങ്ക് ഭരണസമിതി അംഗങ്ങളെയും സഹായിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള സാമ്പത്തിക ക്രയവിക്രയങ്ങൾ അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർക്കും ഇതിനകത്ത് പങ്കുണ്ട്, കോൺഗ്രസിന്റെ നേതാക്കന്മാർക്കും പങ്കുണ്ട്. കോട്ടയം ജില്ലയിൽ പൂഞ്ഞാറ് ആന്റണിയെ ഒന്ന് വിളിച്ച് അന്വേഷിക്കണം. ഒരു ബാങ്ക് ഉണ്ടായിരുന്നു, ആ ബാങ്ക് എവിടെ പോയി? ഇത് കോൺഗ്രസിന്റെ നേതാക്കന്മാരെ സഹായിച്ചത് CPMന്റെ ആളുകളാണ്. അങ്ങനെ കരുവന്നൂരും കോട്ടയത്തും അങ്ങനെ കേരളത്തിലെ പല ജില്ലകളിലും കോപ്പറേറ്റീവ് ബാങ്കുകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ബാങ്കുകൾ പൂട്ടിച്ചുകൊണ്ട് ഈ കോടികൾ സമ്പാദിക്കുന്ന കേന്ദ്ര ഒരു ഏജൻസികളായിട്ട് ഇവർ മാറുകയാണ്. ഏജന്റുകളായി മാറുകയാണ്. ആ ഏജന്റുകളായി മാറുമ്പോഴത്തേനും ഇവിടുത്തെ സഖാക്കന്മാർക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും. അവർ കഷ്ടപ്പെട്ടിട്ടാണ് പാർട്ടി പ്രവർത്തനം നടത്തുന്നത്. കോടിക്കണക്കിന് രൂപയുടെ സമ്പാദ്യം ഉണ്ടാക്കിയാണ്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു കൊടകര കുഴൽപ്പണ കേസ്, അതൊക്കെ അടഞ്ഞുപോയ അധ്യായങ്ങളാണ്. അതൊന്നും ഇവിടെ ആരും ചർച്ച ചെയ്യപ്പെടാൻ പോലും തയ്യാറാകുന്നില്ല. കേരളത്തിലെ പൊതുസമൂഹം തള്ളിക്കളഞ്ഞതാണ്. അപ്പോ ഇവിടെ ആരോപണങ്ങൾ കോൺഗ്രസിന്റെയും CPMന്റെയും നേതാക്കന്മാര് മറ്റാരോപണങ്ങളുമായി വന്നുകൊണ്ട് നിങ്ങൾ നടത്തിയ അഴിമതിയും നിങ്ങൾ നടത്തിയ കള്ളത്തരങ്ങളും കള്ളക്കടത്തുകളും ഇവിടെ മറച്ചു വെക്കാൻ പോകുന്നില്ല. ശരി, MK ഹരിദാസ്, അനിലക്കരെ പറയുന്നത് വിശ്വാസയോഗ്യമായ കാര്യങ്ങൾ തന്നെയല്ലേ? കാരണം അനിൽ ഇതിന്റെ പിന്നാലെ വർഷങ്ങളായിട്ട് ഉണ്ടായിരുന്നയാളാണ്. പോകുന്നതിന് വർഷങ്ങളായിട്ട് ഞങ്ങൾ കരുവന്നൂർ ബാങ്കിന്റെ പുറകെയുണ്ട്. കരുവന്നൂർ ബാങ്കിന്റെ പുറകെ നടത്തിയ വ്യക്തമാണ്. ഒരു സെക്കൻഡ്, അനിലേക്ക് പോയിട്ട് വരാം. അനിൽ എന്താണ് AC മൊയ്തീനും MK കണ്ണനും മാത്രമല്ല, തൃശ്ശൂരുള്ള കോൺഗ്രസിന്റെ പല നേതാക്കന്മാർക്കും ഈ ബാങ്കിൽ ഇടപാടുകളുണ്ട്. ശരി, അഖിൽ ഒരു സെക്കൻഡ്. അനിൽ, ഞാനിതിനകത്തെ കോൺഗ്രസിന്റെ നേതാക്കന്മാര് ഇടപെട്ട സഹകരണ ബാങ്കിലെ അഴിമതിയെ കുറിച്ച് ന്യായീകരിക്കാൻ വന്ന ആളല്ല. അതിലൊന്നും എനിക്ക് എന്റേതായ അഭിപ്രായമുണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ ഒരു ചോദ്യം ഇതാണ്. കേരള ഹൈക്കോടതിയിൽ ഒരു പിന്നെ കേസുകൾ വരുന്ന സമയത്ത് ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറഞ്ഞ കാര്യം 12 സഹകരണ ബാങ്കുകൾക്കെതിരെ അന്വേഷണം നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ തൃശൂർ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം കേരള ഹൈക്കോടതിയിൽ ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറഞ്ഞു ഞങ്ങൾ ഈ 12 ബാങ്കുകളിലെ അന്വേഷണം നിർത്തി എന്നവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് എന്ത് കാരണത്തിലാണെന്ന് എനിക്കറിയാൻ താല്പര്യമുണ്ട്. അത് കോൺഗ്രസ് പറഞ്ഞിട്ടാണ്. ഞാനൊന്ന് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. അതിൽ എനിക്ക് താല്പര്യമുണ്ട്. രണ്ടാമത്തെ കാര്യം, സുരേഷ് ഗോപി നടത്തിയ വിശ്വവിഖ്യാതമായ കരുവന്നൂർ പദയാത്ര നിങ്ങൾ പ്രഖ്യാപിച്ചിരുന്നത് കരുവന്നൂർ ബാങ്കിൽ നിന്നും തൃശൂർ സഹകരണ ബാങ്കിലേക്കാണ്. തൃശൂർ സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത് MK കണ്ണനാണ്.
പക്ഷെ ആ ജാഥ തുടങ്ങി, ആ ജാഥ അവസാനിച്ച് തൃശൂർ കോർപ്പറേഷന്റെ മുന്നിലാണ്. എന്റെ തെളിവുകളും അതിന്റെ പിന്നെ ഡോക്യുമെന്റുകളും ഒക്കെ ഉണ്ട്. അതെന്തുകൊണ്ടാണ്? അത് MK കണ്ണന്റെ അവിടേക്ക് ജാഥ നടത്താൻ നിങ്ങൾക്ക് തീരുമാനം ഉണ്ടായിരുന്നില്ല. ആ തീരുമാനം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഡീലിന്റെ ഭാഗമായി കണ്ണനെ ഒഴിവാക്കാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. ആ കണ്ണനെ ഇപ്പോൾ നിങ്ങൾ സംരക്ഷിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്കറിയോ തൃശൂർ പിന്നെ സുരേഷ് ഗോപി നടത്തിയ കരുവന്നൂർ പദയാത്ര എന്തുകൊണ്ടാണ് തൃശൂർ കോർപ്പറേഷൻ അവിടെ നിർത്തിവെച്ചത്? തൃശൂർ കോർപ്പറേഷനിലേക്കാണോ MK കണ്ണന്റെ വസതിയിലേക്കാണോ എന്ന് പ്രകടനം നടത്തിയതിനെ സംബന്ധിച്ച് എനിക്ക് വസ്തുതാപരമായി അറിവില്ലാത്ത കാര്യമാണ്. എനിക്കറിയുന്ന വിഷയം ഞാൻ ആ പ്രകടനത്തെ സംബന്ധിച്ചാണ് ഞാൻ പറയുന്നത്. ആ പ്രകടനം CPM-ന്റെ നേതാക്കന്മാരെ കോൺട്രോൾ ചെയ്തുകൊണ്ട് ഈ കേരളത്തിലെ പല കോൺഗ്രസിന്റെ നേതാക്കന്മാരും പങ്കാളികളായിട്ടുണ്ട് എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞു. അല്ല പറഞ്ഞോട്ടെ, താങ്കൾ ചോദിച്ച ചോദ്യത്തിന് എന്റെ മറുപടി കൂടെ വേണമല്ലോ. എൻഫോഴ്സ്മെന്റ് ഡയറക്ടേഴ്സ് ഹൈക്കോടതി കൊടുത്തിരിക്കുന്നതിൽ പറഞ്ഞിരിക്കുന്ന എവിടെയാണ് അന്വേഷണം നിർത്തിയെന്ന്? അന്വേഷണം നമുക്ക് ഡിബേറ്റ് ചെയ്യാം. ഞാൻ ഡോക്യുമെന്റ് ഹാജരാക്കാം. പക്ഷേ നിങ്ങളൊന്ന് മനസ്സിലാക്കണം, അത് അന്വേഷണ പരിധിയിലാണ്. ആ അന്വേഷണ പരിധിയിലേക്ക് പല നേതാക്കന്മാരുടെയും CPM-ന്റെയും കോൺഗ്രസ് ആളുകളുടെയും അക്കൗണ്ടുകളിലേക്കും അവരുടെ സ്വത്ത് സമ്പാദ്യത്തിലേക്കും അന്വേഷണം പൂർണ്ണമായിട്ടും കരുവന്നൂർ കേസ് അന്വേഷണങ്ങളിൽ കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ അതിന് നടപടികൾ കൃത്യമായിട്ടുണ്ടാകുമെന്ന് തന്നെയാണ് എനിക്ക് സൂചിപ്പിക്കാനായിട്ട്. മഞ്ജുഷെ, പുള്ളിക്ക് ഇതിനെ കുറിച്ച് യാതൊരു ധാരണയില്ല. 2 കുറ്റപത്രം കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ട് കൊടുത്തു കഴിഞ്ഞു. അത് വളരെ കൃത്യമായി ഹൈക്കോടതിയിൽ അവർ പറഞ്ഞു കഴിഞ്ഞു. ഇനി കേരളത്തിലെ സഹകരണ ബാങ്കുകളെ കുറിച്ച് നിലവിൽ അന്വേഷണം ഇല്ല എന്നുള്ളത്. ഞാനത് ഫോളോ ചെയ്യുന്ന ആളാണ്, പുള്ളിക്കാനെ കുറിച്ച് അറിയാത്തതുകൊണ്ടാണ്. അല്ലല്ല, അങ്ങനെ ഒരു കുറ്റപത്രം കൊടുത്തിട്ടുണ്ട്. കൊടുത്തിരിക്കുന്ന അന്വേഷണം താങ്കൾക്ക് അറിയില്ലെങ്കിൽ അത് താങ്കൾ ഒന്നും കൂടി ഒന്ന് പരിശോധിക്കുക. നിങ്ങൾക്ക് അറിവില്ലാത്ത കാര്യങ്ങളെ നിങ്ങൾ സമർത്ഥിക്കുക. 2 കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട്. പ്രതിസ്ഥാനത്ത് നിർത്തി ചോദ്യം ചെയ്ത ഒരു വ്യക്തിയും ആ കുറ്റപത്രത്തിൽ വരാത്തിടത്തോളം കാലം ഞങ്ങളെ പോലുള്ളവർക്ക് അങ്ങേയറ്റം സംശയമുണ്ട് ഇതിലെന്തോ ഡീലിംഗ് നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിലെ. കാരണം മെയ് മാസത്തിലെ താങ്കൾ ഇങ്ങനെ ചർച്ച